ഈ ഗ്രോത്ത് കൈനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നലെ പറഞ്ഞല്ലോ എക്സ്പോണൻഷ്യൽ ഫേസിലെ ആ എക്സ്പോണൻഷ്യൽ ഫേസ് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ എക്സ്പോണൻഷ്യൽ ഫേസിൽ നമ്മൾ പറഞ്ഞ ഈ ലോഗ് ഫേസിൽ ഈ കാണുന്ന ലോഗ് ഫേസാണ് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ആ ലോഗ് ഫേസിൽ എത്രമാത്രം ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അതായത് എന്താണ്, NT=N0 × 2n എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു മീഡിയ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും പിന്നെ എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറയുമ്പോൾ ഡബിൾ ചെയ്യുമല്ലേ, ഡബിളിങ് ടൈം. ഇപ്പോൾ അതായത് 5 മിനിറ്റിൽ ഇത് ഇത്ര ഡബിൾ ചെയ്തു എന്ന് പറയുമ്പം ആ ടൈമിനെയാണ് നമ്മൾ ഡബിളിങ് ടൈം അല്ലെങ്കിൽ ജനറേഷൻ ടൈം. അതായത് ഒരു ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡബിളായി മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സമയം, അതിനെയാണ് നമ്മൾ ഡബിളിങ് ടൈം അല്ലെങ്കിൽ ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മളൊരു മീഡിയയ്ക്കകത്തേക്ക് ഇപ്പം ബാക്ടീരിയ ഇനോക്കുലേറ്റ് ചെയ്തു, നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ അതെന്താവും, 2 ഓർഗാനിസമായിട്ട് മാറും. അപ്പം ആ ഒരു ഡബിളിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2n എന്നാണ്. 2n എന്ന് പറയുന്നത് എത്രയാണോ ഓർഗൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ 1 ആണെങ്കിൽ n⁻1, അത് 2⁻1, അപ്പോൾ എത്ര 2. ഇനി 2 ഓർഗൻസിന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ 2n-നകത്ത് n എന്ന് പറയുന്നത് 2, 2⁻2 4, അങ്ങനെ വരും. അപ്പോൾ അതാണ് ആ ഡബിളിങ് ടൈം എന്ന് പറയുന്നത്. ഡബിളിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2n എന്ന് പറഞ്ഞിട്ടാണ്. n എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് ജനറേഷൻ, എത്ര ജനറേഷൻസ് ആയി എന്നുള്ളതാണ് n എന്ന് പറയുന്നത്. ഈ N0 എന്ന് പറയുന്നത് ഇനിഷ്യൽ പോപ്പുലേഷൻ നമ്പർ, അതായത് ആദ്യം കൊടുത്ത പോപ്പുലേഷൻ നമ്പറാണ് N0. NT എന്ന് പറയുന്നത് അതായത് ഈ പോപ്പുലേഷന് ഗ്രോ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈം. ഓക്കെ, ആ പോപ്പുലേഷന് വേണ്ട ടൈമിനെയാണ് NT എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് എത്ര ജനറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ NT=N0 × 2n എന്ന് പറയുന്നതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ലോഗരിതം ആഡ് ചെയ്യുക. ലോഗരിതം ആഡ് ചെയ്യുമ്പോഴത്തേക്കും log NT=log N0 × log 2n എന്ന് പറയും. ഇതിനകത്ത് log NT താഴോട്ട് തന്നെ എഴുതി. ദെൻ log N0 ഇല്ലേ, ഈ log N0 പ്ലസ് ഈ log 2n എന്ന് പറയുന്നത് നമ്മളൊരു ഇക്വേഷനിൽ വെച്ചിട്ട് n log 2 എന്നാക്കി എഴുതും. ഓക്കെ, n log 2 മറ്റേ എന്താ ഈ a+b² എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും അങ്ങനെ നോക്കണ്ട. log N0 പ്ലസ് n log 2n എന്ന് പറയുമ്പോഴത്തേക്ക് n log 2n എന്നുള്ളൊരു ഇതിലേക്ക് വരും. ദെൻ ആ log NT മൈനസ് ദെൻ എന്നിട്ട് എന്താണ് ഈ log N0, നമുക്ക് n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ log NT മൈനസ് log NT മൈനസ് log N0 n log 2. ദെൻ n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ log NT മൈനസ് log N0 ഡിവൈഡഡ് ബൈ log 2. ഓക്കെ, അതാണ് n എന്ന് പറയുന്നത്. ഇനി അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ, ഇനി log 2ൻ്റെ വാല്യൂ ആണ് 0.3014 എന്ന് പറയുന്നത്. ഈ 0.301410 എന്ന് പറയുന്നത് log 2ൻ്റെ വാല്യൂ ആണ്. നമ്മൾ ആ log 2ൻ്റെ വാല്യൂ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ n=log NT മൈനസ് log N0 ഡിവൈഡഡ് ബൈ 0.3010 എന്ന് പറയും. ഇതിനകത്ത് ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് k എന്ന് പറയുന്നത് മീൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നമ്മൾ k എന്ന് പറയുന്നത് നോർമലി k എന്ന് പറയുന്നത് n/t. അപ്പോൾ ഇതിനകത്ത് n എന്താണ്, n എന്ന് പറയുന്നത് ഇതല്ലേ. ദെൻ ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിൻ്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തു ഡിവൈഡഡ് ബൈ t. അതിനെ നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും k=log NT മൈനസ് log N0 ഡിവൈഡഡ് ബൈ 0.3010 × 1/t എന്ന് പറയും. ഇനി നമുക്ക് ഇതാക്കി എഴുതുമ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എന്താണ്, k=log NT മൈനസ് log N0 ഡിവൈഡഡ് ബൈ 0.3010 × t എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിലേക്ക് വരും. ഇനി ഈ ഡബിളിങ് ടൈമിനെ നമ്മൾ പറയുന്നത് എന്താണ്, g എന്ന ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ t എന്ന് പറയുന്നത് gക്ക് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NT എന്ന് പറയുന്നത് 2n0യ്ക്കും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും k എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. log NT അല്ലേ, log NTക്ക് വരെ എന്ത് കൊടുക്കാം, log 2n0 എന്ന് കൊടുക്കാം. ഉണ്ടോ, ഈ വാല്യൂ കൊടുക്കാം. മൈനസ് ആ log N0 തന്നെ താഴോട്ട് എഴുതി ഡിവൈഡഡ് ബൈ 0.3010 × g എന്ന് പറയും. ഇനി ഈ log 2 അത് log
ഓൾ റേസ് ടു അതായത് ബ്രാക്കറ്റിലകത്തല്ലേ 2n0 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ രണ്ടായിട്ട് എടുക്കാൻ പറ്റും. log2 പ്ലസ് ലോഗ് n0 എന്ന് എഴുതാം. അപ്പോൾ log2 ദെൻ log n0 മൈനസ് ഈ log n0 ഡിവൈഡ് ബൈ ഇത്. അപ്പോൾ എന്താണ്, ഇതിനകത്ത് ഈ മൈനസും പ്ലസും ആയിട്ടുള്ള ലോഗ് n0 കട്ടായി പോവും. ഈ log2ൻ്റെ വാല്യൂ എത്ര ആയിരുന്നു, ഈ 0.304, ആ വാല്യൂവിനെ അവിടെ ഇട്ട് കൊടുക്കും. ഇത് രണ്ടും കട്ടായി പോവും. ദെൻ ആ വാല്യൂ ഇവിടെ എന്താണ് 1/1 അല്ലേ. അപ്പോൾ എന്താ 1 ഡിവൈഡ് ബൈ ബാക്കിയുള്ളത് എന്താണ് g. അപ്പോൾ k എന്ന് പറയുന്നത് എന്താണ്, k = 1/g എന്ന് പറയുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇക്വേഷൻ ഫുള്ള് അതിൻ്റെ ആ സ്റ്റെപ്പ് ഫുള്ളായിട്ട് തന്നെ പഠിക്കണം.